അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഉന്നതമായ ആലിമീങ്ങളിൽ സൂര്യ തേജസ് തന്നെയാണ് ശംസുൽ ഉലമാ. ഇപ്പൊ ആ കാര്യം എടുത്തു തുറന്ന് പറയുമ്പം ഇതൊരാളെ സ്നേഹം കിട്ടാനോ അംഗീകാരം കിട്ടാനോ ഇത് ആളുകളെ അടുത്തുനിന്ന് ഇതുകൊണ്ട് സപ്പോർട്ട് കിട്ടാനാണ് പറയുന്നത് എന്ന് വിചാരിക്കേണ്ട. ഇത് ഞങ്ങൾ പണ്ടേ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കേട്ടത് കുരുവട്ടൂരിലെ ഷെയ്ഖ് എന്ന് പറയപ്പെടുന്ന കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം മൗലവിയുടെ ഇന്നലെ നടന്ന പ്രസംഗമാണ്. അതിൽ അയാൾ പറയുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദിനെ സംബന്ധിച്ച് ഒരുപാട് മദ്ഹുകൾ പറഞ്ഞ്, എന്നിട്ട് അദ്ദേഹം പറയുന്നത് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള മനസ്സിലുള്ള ആ ധാരണയിൽ നിന്നാണ് അത് വരുന്നത്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ പറയുന്നത് ആരുടെയെങ്കിലും സ്നേഹം പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടാനോ ഒന്നുമല്ല, ഞങ്ങൾ മുമ്പ് മുതലേ ഇത് പറയുന്നവരാണ് എന്നാണ്. നമുക്കൊക്കെ അറിയാലോ, ഇപ്പോൾ ഏകദേശം ഒരു 5-6 മാസമായിട്ടേ ഉള്ളൂ ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് ഇവർ ബാനർ വെച്ച് പരിപാടികൾ നടത്താൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് പല കുതന്ത്രങ്ങളും മെനഞ്ഞു നോക്കി, പല ആളുകളെ പുകഴ്ത്തി നോക്കി, പലരെ പറ്റിയും ഉഷാറാക്കി പറഞ്ഞു നോക്കി, എങ്ങനെയെങ്കിലും അവിടെയൊക്കെ കയറിപ്പറ്റാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തി. അതൊക്കെ പരാജയപ്പെട്ടപ്പോഴാണ് അവസാനം ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്നും പറഞ്ഞ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അതൊന്നും ഒരു ലെവലേശം പോലും വിജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഷെയ്ഖ് തന്നെ രംഗത്ത് വന്ന് പറയുകയാണ്, ഞങ്ങൾ ആരുടെയും സ്നേഹം കിട്ടാൻ വേണ്ടിയല്ല, ആരുടെയും സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയല്ല, ഇത് ഞങ്ങൾ പണ്ടേ പറയുന്നതാണ് എന്ന്. എന്നാൽ ഇവരിത് പണ്ടേ പറഞ്ഞിരുന്നോ? എന്താണ് അതിനെ സംബന്ധിച്ച് കാട്ടുവളപ്പിൽ നൗഷാദിന് പറയാനുള്ളത്? നൗഷാദ് ഒന്ന് പറയട്ടെ. നമ്മൾ ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അന്ന് നമുക്ക് ശംസുൽ ഉലമയുടെ മദ്ഹ് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്ന് നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മശായിഖന്മാരെ സമീപത്തെത്തിയപ്പോഴല്ലേ ശംസുൽ ഉലമയെ കുറിച്ച് അവരെ നമുക്ക് പറഞ്ഞു തന്നത്? എല്ലാ മശായിഖന്മാരും അതിൽ ഒറ്റക്കെട്ട. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു ശംസുൽ ഉലമയുടെ മദ്ഹും അവിടെ നിന്ന് പഠിപ്പിച്ച ആശയവും ഞങ്ങളെ മരണം വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നേരത്തെ പറയാൻ പറ്റാത്തതിന്റെ പശ്ചാത്താപമാണ്. കേട്ടില്ലേ? നേരത്തെ പറയാൻ പറ്റാത്തതിന്റെ പശ്ചാത്താപമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഷെയ്ഖ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? മുമ്പേ പറയാറുണ്ട് എന്ന്, ആരും തടഞ്ഞിട്ടൊന്നുമില്ല എന്ന്. ഇവൻ പറയുന്നു മുമ്പ് ഞങ്ങൾക്ക് പറയാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇപ്പൊ അത് തൗബ ചെയ്തിട്ട് ഞങ്ങൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഒന്നുകൂടി കേട്ടോക്കി. നമ്മൾ ശംസുൽ ഉലമ EK ഉസ്താദിനെ കുറിച്ച് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിലെ ഉന്നതരായ മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ്. അവർ പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് EK ഉസ്താദിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മദ്ഹ് നമ്മൾ കേട്ടു പഠിച്ചതും മശായിഖന്മാരിൽ നിന്നാണ്. കാരണം നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്, പഴയ കാലത്ത് EK ഉസ്താദിന്റെ മദ്ഹ് പറയാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട നന്മകൾ പറയാനോ കഴിഞ്ഞിട്ടില്ല ഒരു കാലത്ത് നമുക്ക്. അതിന്റെ ഒരു പാശ്ചാത്താപം കൂടിയാണ് EK ഉസ്താദിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ലേ? മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരം ഇപ്പം പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. മുമ്പ് അതിന് അവസരം ഉണ്ടായിരുന്നില്ല, മദ്ഹ് പറയാനോ മറ്റുള്ളത് പറയാനോ ചാൻസും അവസരവും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയും ഇത് കാട്ടുവളപ്പിൽ നൗഷാദ് പറയല്ലേ? അതേ സമയത്ത് ഈ കുരുവട്ടൂർ അബ്ദുള്ള മൗലവി പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് മുമ്പ് അങ്ങനെ പറയാൻ ചാൻസ് കിട്ടില്ല എന്ന് മൂപ്പർ പറഞ്ഞിട്ടില്ലല്ലോ. ആ മൂപ്പർ മുമ്പേ പറയുന്ന ആളായിരിക്കും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഈ അടുത്ത കാലത്ത് തന്നെ ഇവരുടെ കുരുവട്ടൂർ അബ്ദുള്ള മൗലവി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കി. ശംസുൽ ഉലമ EK ഉസ്താദ്, നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ പറയാനോ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം EK ഉസ്താദിനോടുള്ള ബന്ധവും അവരോടുള്ള മഹബത്തും നമുക്ക് തടയപ്പെട്ട അവസ്ഥയിലും അന്തരീക്ഷത്തിലുമാണ് നമ്മൾ വളർന്നത്. കേട്ടില്ലേ? ഈ കുരുവട്ടൂർ അബ്ദുള്ള മൗലവി തന്നെ പറയുന്നു ശംസുൽ ഉലമയെ പറ്റി പറയാൻ ഇവർക്ക് ചാൻസ് ഉണ്ടായിരുന്നില്ല, അന്തരീക്ഷം റെഡി ആയിരുന്നില്ല, തടയപ്പെട്ടതായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഒരു തടയലും ഉണ്ടായിട്ടില്ല കേട്ടോ, പച്ചക്കളവാണ് പറയുന്നത്. ശംസുൽ ഉലമയെ പറ്റി പറയാൻ ആരാ ഇവരെ തടഞ്ഞു വെച്ചത്? ഒരാളും തടഞ്ഞു വെച്ചിട്ടില്ല. അതൊക്കെ പച്ചക്കളവ് പറയാണ്. ഏതായാലും ഇയാൾ പറഞ്ഞിട്ടില്ലേ തടയപ്പെട്ടതായിരുന്നു, അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്ന്. എന്നിട്ട് ഇപ്പൊ ഇന്നലെ ഇയാള് പ്രസംഗിക്കാണ് ഇവർ പണ്ടേ പറയലുണ്ട് ഇപ്പോഴായിട്ട് പറയില്ല എന്ന്. അപ്പൊ എന്താണ് ഇയാൾ പറയുന്നത്? ഇയാൾ ആരാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? കുരുവട്ടൂരികൾ പരിചയപ്പെടുത്തുന്ന ലോകം പോറ്റുന്ന നേതാവാ, ലോകം നിയന്ത്രിക്കുന്ന നേതാവാ ഇയാള്. മുദബ്ബിറുൽ ആലമാണ്, ഖുതുബുൽ ആലമാണ്, അതുപോലെ സ്വാഹിബുൽ വഖത്താണ്. ഇയാളാണ് ഇപ്പൊ ഈ പറഞ്ഞ വൈരുദ്ധ്യം. ഒന്ന് നോക്കിയാണ് നിങ്ങൾ. ഈ അടുത്ത കാലത്താണ് പറഞ്ഞിന് നമുക്ക് തടയപ്പെട്ടതായിരുന്നു, ശംസുൽ ഉലമയെ പറ്റി പറയാൻ ചാൻസ് ഇല്ലേ, ഇനി അവസരം ഇല്ലേ. ഇനി ഇപ്പൊ ഇന്നലെ പറഞ്ഞത് നമ്മളത് പണ്ടേ പറയുന്നതാണ്, ഇപ്പൊ മാത്രമായിട്ട് പറയല്ല എന്ന്. എങ്ങനെയുണ്ട്? ഇയാളതിന് പറ്റുമോ? ഇയാളാണ് ഇവര് സ്വാഹിബുൽ വഖ്തും ഖുതുബുൽ ആലമും മുദബ്ബിറുൽ ആലമും ഒക്കെ ആക്കി പരിചയപ്പെടുത്തുന്നത്. പച്ചക്കളവുകൾ പറയുന്നു, ആലിമീങ്ങളുള്ള വൈരാഗ്യം തീർക്കുന്നു, സാധാരണക്കാരായ ആളുകളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾ എന്ത് സ്വാഹിബുൽ വഖ്താണ്? ഇയാൾ എന്ത് മുദബ്ബിറുൽ ആലമാണ്? അതാണ് നമ്മുടെ ചോദ്യം. അർദ്ധനഗ്നരായ മദാമകൾക്കിടയിലൂടെ ഗ്ലോബൽ വില്ലേജിലൂടെ സ്വന്തം ഭാര്യ ഔറത്ത് വരെ മറക്കാതെ സഞ്ചരിക്കുന്ന ഇയാൾ സ്വാഹിബുൽ വഖ്താണ് പോലും, ഇയാൾ മുദബ്ബിറുൽ ആലമാണ് പോലും.
അവിടെയാണ് നമ്മൾ പറയുന്നത് ഇയാൾ അതിന് പറ്റൂല. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് സ്വന്തം ഭാര്യയെ കൊണ്ടുപോകാൻ വരെ കഴിയാത്ത, സ്വന്തം കുട്ടികളെ തർബിയത്ത് ചെയ്യാൻ പോലും കഴിയാത്ത ഇയാൾ എങ്ങനെ ലോകം തർബിയത്ത് ചെയ്യും? ഇയാൾ എങ്ങനെ ലോകത്തിനെ നിയന്ത്രിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. ഏതായാലും കളവുകൾ മാത്രം പറഞ്ഞ് ഓരോ സ്റ്റേജിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കണം. അല്ലാഹു ഇവരുടെ ശർറിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.